നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. 5 സൈനികർക്ക് വീരമൃത്യു, 3 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വൈകിട്ട് ഗ്രാമത്തിലൂടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വ്യൂഹത്തിന് നേരെ ഭീകരർ ഗ്രനേഡ് എറിയുകയും വെടിയുതിർക്കുകയുമായിരുന്നു. ഒരു മാസത്തിൽ നടക്കുന്ന 5ാമത്തെ ഭീകരാക്രമണം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പൊള്ളയായ പ്രസംഗങ്ങളും വ്യാജ വാഗ്ദാനങ്ങളുമല്ല, ശക്തമായ നടപടികളാണ് പരിഹാരമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച രാഹുൽ സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ. ജമ്മു കാശ്മീരിൽ സ്ഥിതി നാൾക്കുനാൾ മോശമാകുകയാണെന്നും വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലും കൊണ്ടും ജമ്മു കാശ്മീരിൽ മോദി സർക്കാർ ദുരന്തമായി മാറിയെന്ന വസ്തുത മറക്കാനാകില്ലെന്നും പ്രശസ്തി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ദുരന്തമായി മാറുന്നുവെന്നും ഖാർഗെ പറഞ്ഞു. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി. മോസ്കോ വിമാനത്താവളത്തിൽ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനിസ് മഡ്രോവ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. മോസ്കോയിലെത്തിയ പ്രസിഡൻഷ്യൽ പാലസിൽ സ്വകാര്യ അത്താഴ വിരുന്നിനെത്തിയ മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ പുടിൻ അഭിനന്ദിച്ചു. ഇത് ഒരു ആകസ്മികതയല്ലെന്നും വർഷങ്ങളായി നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നാണ് താൻ കരുതുന്നതെന്നും പുടിൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങളുണ്ടെന്നും നിങ്ങൾ വളരെ ഊർജ്ജസ്വലനായ വ്യക്തിയാണെന്നും ഇന്ത്യയുടെയും ഇന്ത്യൻ ജനതയുടെയും താൽപ്പര്യങ്ങൾക്കനുസൃതമായി ഫലങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും പുടിൻ പറഞ്ഞു. പുടിൻ്റെ ആതിഥ്യത്തിനും നന്ദി പറഞ്ഞ മോദി പുടിനുമായുള്ള ചർച്ചകൾക്കായി കാത്തിരിക്കുന്നുവെന്നും അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിലേക്ക് തീർച്ചയായും ഏറെ മുന്നോട്ട് പോകുമെന്നും പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എക്സിൽ പോസ്റ്റ് ചെയ്തു. മണിപ്പൂർ സന്ദർശിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നും മണിപ്പൂരിനെ ശാന്തമാക്കുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത്തരമൊരു വലിയൊരു ദുരന്തത്തിനിടെ 1-2 ദിവസം സമയം കണ്ടെത്തി മണിപ്പൂരിലെ ജനങ്ങളെ കേൾക്കാൻ അദ്ദേഹം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്നുവെന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞുവെന്നും എങ്ങനെ ചോർന്നുവെന്നതാണ് ഇനി അറിയാനുള്ളതെന്നും സുപ്രീം കോടതി. ടെലിഗ്രാം പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ചോർച്ചയുണ്ടായതെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വ്യാപകമായിരിക്കുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. നീറ്റ് UG പരീക്ഷ സംബന്ധിച്ച 38ഓളം ഹർജികൾ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. നീറ്റ് പരീക്ഷയ്ക്ക് ഒരു ദിവസം മുമ്പേ ചോദ്യപേപ്പർ ടെലഗ്രാമിൽ പ്രചരിച്ചുവെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് ഹർജിക്കാർ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയത്. നീറ്റ് കേസ് അസംഘടിതമായ തട്ടിപ്പാണെന്നും 67 പേർക്ക് 1ാം റാങ്ക് എന്നത് അസാധാരണമാണെന്നും NTA വിശദീകരണം വിശ്വസനീയമല്ലെന്നും രാജ്യത്തെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമായിട്ടും ഒരു പോസിറ്റീവ് നടപടിയും NTAയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത് പ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും 1 വാർഡ് വീതം കൂടും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A ഷാജഹാനാണ് കമ്മീഷൻ ചെയർമാൻ. പണം വാങ്ങി PSC അംഗങ്ങളെ നിയമിക്കുന്ന രീതി CPMനില്ലെന്നും മെറിറ്റ് അടിസ്ഥാനമാക്കി മാത്രമേ ഇത്തരം സ്ഥാനങ്ങളിൽ നിയമനം നൽകൂ എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് CPM ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന പരാതിയിൽ ആവശ്യമായ പരിശോധനകൾ നടത്തി നിലപാട് സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ സാധിക്കാതെ തിരിച്ചടിയായെന്നും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്ത് നിന്ന് അകലുന്നുവെന്നും ജോസ് കെ മാണി MP പറഞ്ഞു. സംസ്ഥാനത്തുടനീളമുണ്ടായ പൊളിറ്റിക്കൽ പാറ്റേണാണ് കോട്ടയത്തും സംഭവിച്ചതെന്നും തോൽവിയിൽ കൂടിയാലോചിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും ജോസ് കെ മാണി പറഞ്ഞു.
ആൻറ്റി സ്നേക്ക് വനം നൽകുന്ന ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പാമ്പ് കടിയേറ്റവരുടെ ചികിത്സയ്ക്കായുള്ള ആൻറ്റി സ്നേക്ക് വനം നൽകുന്ന ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ആശുപത്രികളുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പ് നിയമം ലംഘിച്ച് ഷുഐബ് വധക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിക്കാതെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. വയനാട്ടിൽ യാത്ര നടത്തുന്ന ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത്. ചെറിയ നിയമ ലംഘനങ്ങൾക്ക് വരെ നടപടിയെടുക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ആകാശ് തില്ലങ്കേരിക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നാണ് വിവരം. ആകാശ് തില്ലങ്കേരി നിയമം ലംഘിച്ച് നടത്തിയ ജീപ്പ് യാത്രക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. പനമരം RDOക്കാണ് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് പരാതി നൽകിയത്. ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടൂറിസം മന്ത്രിയും ഡയറക്ടറും തമ്മിൽ ഭിന്നത ഉണ്ടെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ അവധിയിൽ പോയ IAS ഉദ്യോഗസ്ഥൻ PB നൂഹിന് ചുമതല മാറ്റം. അദ്ദേഹത്തെ സപ്ലൈകോ CMD ആയി നിയമിച്ചു. ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അവധിയിൽ പ്രവേശിച്ച അദ്ദേഹം ഈ മാസം 22-ന് തിരിച്ചെത്താനിരിക്കെയാണ് ചുമതല മാറ്റി നൽകിയത്. സപ്ലൈകോ CMD സ്ഥാനത്ത് നിന്ന് ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റി ടൂറിസം ഡയറക്ടർ PB നൂഹിനെ പകരം നിയമിച്ചു. ശ്രീറാമിന് പുതിയ നിയമനം നൽകിയിട്ടില്ല. ടൂറിസം ഡയറക്ടറായി ശിഖ സുരേന്ദ്രനെ നിയമിച്ചു. KTDC MDയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുമാണ് ശിഖ. KTDC MD സ്ഥാനവും അവർ വഹിക്കും. കുടിവെള്ള വിതരണ രംഗത്ത് മാറ്റമുണ്ടാക്കേണ്ട ജലജീവൻ മിഷനെ സംസ്ഥാന സർക്കാർ തട്ടിക്കൂട്ട് പദ്ധതിയാക്കിയെന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഇത്തരമൊരു വലിയ പദ്ധതി കെടുകാര്യസ്ഥതയും ഏകോപനമില്ലായ്മയും രൂക്ഷമായ ധനപ്രതിസന്ധിയും കൊണ്ട് ഇല്ലാതാക്കിയത് പൊതു സമക്ഷത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ അനൂപ് ജേക്കബ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം. ഈ നിയമനത്തിൽ അക്കൗണ്ട് ജനറൽ വിശദീകരണം തേടി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനമാണ് വിവാദമാകുന്നത്. കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടില്ലെന്നാണ് അക്കൗണ്ട് ജനറൽ വ്യക്തമാക്കിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.